മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കുന്ന വിഷയം നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് നിസ്കാരം എന്ന് പറയുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം സ്വീകരിക്കാത്ത 10 വിഭാഗം ആളുകളുണ്ട്. ആ 10 വിഭാഗം ആളുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇബാദത്തുകൾ ഖബൂൽ ചെയ്യട്ടെ, നമ്മളെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കട്ടെ. ഏതൊക്കെയാണ് ആ 10 വിഭാഗം ആളുകളെന്ന് ഇന്നത്തെ മജ്ലിസിലൂടെ നമുക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഇമ്പോർട്ടന്റ് ആയി വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അഥവാ നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട, അതല്ലെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാത്ത 10 വിഭാഗം ആളുകളുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ 10 വിഭാഗം ആളുകൾ ആരൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾക്കറിയാം, നമ്മളെ ശരീരങ്ങളെ കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് അത് അസ്വലാത്തു, അത് നിസ്കാരമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, അസ്റായീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് റസൂലുള്ള നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ഉമ്മത്തി അസ്വലാത്ത്, ഉമ്മത്തി അസ്വലാത്ത്, എന്റെ ഉമ്മത്തെ, എന്റെ സമൂഹമേ, നിങ്ങൾ നിസ്കാരം ഒഴിവാക്കരുത്, നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കരുത്. അസ്വലാത്തു ഇമാദുദ്ദീൻ, കാരണം ദീനിന്റെ തൂണാണ് നിസ്കാരമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട 5 കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തത് ഇസ്ലാം കാര്യം നിസ്കാരമാണ്. അതുകൊണ്ട് നിസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ യഥാർത്ഥ മുസ്ലിമല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പറഞ്ഞതായി കാണാം, ഒരു മുസ്ലിമായ മനുഷ്യനും ഒരു അമുസ്ലിമായ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിസ്കാരം ഉപേക്ഷിക്കലാണ്. അപ്പൊ നിസ്കാരം നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നിസ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഹാഫിളൂ അലസ്വലാത്തിൽ വുസ്താ, നിങ്ങൾ നിസ്കാരത്തിനെ സൂക്ഷിക്കണേ, അതിൽ ഒരിക്കലും നിങ്ങൾ അലസത കാണിക്കാൻ പാടില്ല എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങള് മുഅ്മിനീങ്ങള് വളരെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് കൃത്യമായി നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കരിക്കാറുണ്ട്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നിസ്കാരം സ്വീകരിക്കാത്ത 10 വിഭാഗം ആളുകളുണ്ട്. ഒന്നാമത്തെ ആളാരാണെന്നറിയോ? പലിശ ഭക്ഷിക്കുന്നവനാണ്. ഇന്ന് വ്യാപകമായി എല്ലാവരും നിസാരമായി കാണുകയാണ് പലിശ എന്ന് പറയുന്നത്. ആ പലിശ ഭക്ഷിക്കുന്നവനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ആ പലിശ ഭക്ഷിക്കുന്നവന്റെ നിസ്കാരം അല്ലാഹു പൂർണ്ണമായി സ്വീകരിക്കുകയില്ല. അല്ലാഹു പലിശ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പലിശ വാങ്ങിക്കുന്നവനെയും അത് ഭക്ഷിക്കുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. അപ്പൊ പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവന്റെ നിസ്കാരം അല്ലാഹു ഖബൂൽ ചെയ്യുകയില്ല. നിസ്കാരമൊക്കെ ശരിയാവും, പക്ഷെ അല്ലാഹു സ്വീകരിക്കുകയില്ല, അതിന് ഖബൂലിയത്ത് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ഇന്ന് പല ആളുകളും പലിശയുമായി ജീവിക്കുകയാണ്, പലിശ കച്ചവടം നടത്തുകയാണ്. പലിശക്ക് വാങ്ങിയിട്ട് വലിയ സമ്പന്നനായിട്ട് 10 ഹജ്ജ് ചെയ്യുന്ന ആളുകളുണ്ട്, 10 ഉംറ ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഒരു കാര്യമില്ല, അവന്റെ പൈസ പോയി എന്നല്ലാതെ അവന്റെ ഉംറ അല്ലാഹു ഖബൂൽ ചെയ്തിട്ടില്ല, അവന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് പലിശയുമായി നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല. അതുപോലെ അല്ലാഹു നിസ്കാരം സ്വീകരിക്കാത്ത രണ്ടാമത്തെ ആൾ ആരാണെന്നറിയോ? സകാത്ത് കൊടുക്കാത്തവനാണ്. അങ്ങനെ ചില
ആളുകളുണ്ട്, നിസ്കരിക്കാൻ തയ്യാറാണ്, നോമ്പനുഷ്ഠിക്കാൻ തയ്യാറാണ്, ഷഹാദത്ത് കലിമ ചെല്ലാനും തയ്യാറാണ്. സമ്പത്തിന്റെ കാര്യം പറയുമ്പോ വലിയ പിഷ്കത്തരാണ്, അത് പറയാൻ പാടില്ല, സക്കാത്ത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അവന്റെ നിസ്കാരം അള്ളാഹു കബൂൽ ചെയ്യുകയില്ല. സക്കാത്ത് കൃത്യമായി കൊടുത്തോളണം. അത് പാവപ്പെട്ടവന്റെ കറയാണ്, അത് നമ്മൾ ഒരിക്കലും പിടിച്ചു വെക്കാൻ പാടില്ല. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാത്തവന്റെ നിസ്കാരം അള്ളാഹു കബൂൽ ചെയ്യുകയില്ല. അതുപോലെ മറ്റൊരു വിഭാഗമാണ് മദ്യപാനി, കള്ളു കുടിക്കുന്ന ആളുകള്. കള്ളുടിക്കുന്ന ആളുകൾ ഇങ്ങനെ നിസ്കരിക്കും, പിന്നെയും പോയി കള്ളുടിക്കും, പിന്നെയും നിസ്കരിക്കും, പിന്നെയും കള്ളുടിക്കും. കള്ളുകുടികളെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ എന്ന് പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിർ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മദ്യപാനവും ചൂതാട്ടവും അത് പൈശാചികമായ സ്വഭാവമാണ്, അത് ശൈത്വാന്റെ പരിപാടിയാണ്, അത് നിങ്ങൾ വിട്ടു നിൽക്കണം. ശൈത്വാന്റെ പരിപാടി നിങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മദ്യപാനിയുടെ നിസ്കാരം അള്ളാഹു കബൂൽ ചെയ്യുകയില്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം സ്വീകരിക്കാത്ത മറ്റൊരു വിഭാഗമാണ് ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്ന ഭാര്യയുടെ നിസ്കാരം. സുബ്ഹാനല്ലാഹ്, ഇന്ന് പല വീട്ടുകളിലും ഭാര്യ ഭർത്താക്കന്മാര് പ്രശ്നമായിരിക്കും. ഒന്നിരിക്കൽ ഭർത്താവ് ഭാര്യയോട് തെറ്റിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് തെറ്റിയിട്ടുണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുകയില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകും, ന്യൂനതകൾ ഉണ്ടാകും, കുറ്റങ്ങൾ ഉണ്ടാകും. അതൊക്കെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണം. നമ്മൾ മാലാഖമാരല്ല, നമ്മൾ അമ്പിയാക്കളല്ല, നമ്മൾ ഔലിയാക്കളല്ല. നമ്മൾ അടുക്കൽ നിന്ന് തെറ്റുകൾ സംഭവിക്കും. അത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അള്ളാഹുവിന് പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ആരാധനകള്, നമ്മളെ നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുകയില്ല. അതുപോലെ മറ്റൊരു വിഭാഗമാണ് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഇമാമത്ത് നിൽക്കുന്ന ഇമാമിന്റെ നിസ്കാരം. അങ്ങനെ ചില ആളുകളുണ്ട്, ആർക്കും ഇമാമുക്കൾ ഇഷ്ടം ഉണ്ടാവില്ല, ഓൻ വലിയ ആളായിട്ടാണ് പോയി ഇമാമുക്കും, ഓന്റെ നിസ്കാരം അള്ളാഹു കബൂൽ ചെയ്യുകയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു വിഭാഗമാണ് ശരിക്ക് തലമറക്കാത്ത സ്ത്രീകൾ. സുബ്ഹാനല്ലാഹ്, സ്ത്രീകൾ മനസ്സിലാക്കിയത് മുടി ഔറത്തല്ല എന്നുള്ളതാണ്. എന്നാൽ സ്ത്രീയുടെ മുടിയും ഔറത്താണ്. അതുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്തും അല്ലെങ്കിലും ശരിക്ക് തലമറക്കണം. നിസ്കരിക്കുന്ന സമയത്ത് ശരിക്ക് മുഖമക്കനെ ധരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുകയില്ല. നിസ്കാരം ശരിയാവുക പോലുമില്ല. കാരണം എന്താ? നിസ്കാരത്തിന്റെ ഷർത്താണ് ഔറത്ത് മറക്കുക എന്നുള്ളത്. മുടി ഔറത്താണ്. ആ മുടി പുറത്തേക്ക് വന്ന എങ്ങനെ നിസ്കാരം ശരിയാവും പ്രിയമുള്ളവരെ? അതുകൊണ്ട് കൃത്യമായി തലമറക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ അക്രമകാരികളായ ഭരണാധികാരികളുടെ നിസ്കാരം അള്ളാഹു കബൂൽ ചെയ്യുകയില്ല. രാജ്യം ഭരിക്കുന്നവൻ അക്രമകാരിയാണെങ്കിൽ, അവൻ മുസ്ലിം ആണെങ്കിൽ അവന്റെ നിസ്കാരം അള്ളാഹു കബൂൽ ചെയ്യുകയില്ല. രാജ്യം ഭരിക്കുന്നവർ മാത്രമാണ് ഭരണാധികാരികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുല്ലുക്കും റായിൻ, എല്ലാവരും ഭരണാധികാരികളാണ്. ഭർത്താവ് ഭരണാധികാരിയാണ്, ഭാര്യ വീട്ടിൽ ഭരണാധികാരിയാണ്, ഉപ്പ വീട്ടിൽ ഭരണാധികാരിയാണ്. ഉപ്പ വീട്ടിൽ ഐക്യത്തോടെ പെരുമാറിയിട്ടില്ലെങ്കിൽ, മക്കളുടെ ഇടയിൽ വിവേചനം കാട്ടിയാൽ, മക്കളോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ലെങ്കിൽ, ഭാര്യ അടിക്കുന്ന ഭർത്താവാണെങ്കിൽ നിന്റെ നിസ്കാരം അള്ളാഹു കബൂൽ ചെയ്യുകയില്ല. അതുപോലെ തന്നെ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയാണെങ്കിൽ നിന്റെ നിസ്കാരം അള്ളാഹു കബൂൽ ചെയ്യുകയില്ല. അങ്ങനെ ഓരോരുത്തരും ഭരണാധികാരികളാണ്. അതിനെക്കുറിച്ച് അള്ളാഹു നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ അക്രമകാരികളായ ഭരണാധികാരികളുടെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുകയില്ല. അതുപോലെ മറ്റൊരു വിഭാഗമാണ് എപ്പോഴും തിന്മ ചെയ്യുന്ന ആളുകൾ, എപ്പോഴും വ്യഭിചരിക്കുന്ന ആളുകൾ, എപ്പോഴും ഗീബത്ത് പറയുന്ന ആളുകൾ, എപ്പോഴും കളവ് പറയുന്ന ആളുകൾ, എപ്പോഴും നമീമത്ത് പറയുന്ന ആളുകൾ. ഇങ്ങനത്തെ ആളുകളുടെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുകയില്ല. അതുപോലെ തന്നെ ശരിക്ക് ഖുർആൻ ഓതാത്തവന്റെ നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യുകയില്ല. എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ആ ഫാത്തിഹ നമ്മൾ കൃത്യമായി പഠിക്കണം. ഫാത്തിഹ എവിടൊക്കെ നീട്ടണം, എവിടൊക്കെ മണിക്കണം, അങ്ങനെ തജ്വീദ് അനുസരിച്ചുകൊണ്ട് നമ്മൾ നിസ്കാരത്തിൽ ഖിറാഅത്ത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യുകയില്ല. ചില ആളുകളുണ്ട്, ആർക്കോ വേണ്ടിയിട്ടാണ് നിസ്കരിക്കും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആമീൻ, അങ്ങനെ നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യുകയില്ല. നാളെ പാരത്രിക ലോകത്ത് വെച്ച് അല്ലാഹു പറയും, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല, നീ
നിസ്കരിച്ചു എന്ന് പറഞ്ഞാലും അല്ല പറയും നീ ശരിക്ക് ഖുർആൻ ഓതിയിട്ടില്ല, അതുകൊണ്ട് നരകത്തിലേക്ക് പോയിക്കോളൂ. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ കൃത്യമായി ഖിറാഅത്ത് നിർവഹിച്ച് കൃത്യമായി ഖുർആൻ ഓതി നമ്മൾ നിസ്കരിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ യജമാനന്റെ സമ്മതമില്ലാതെ ഓടിപ്പോയ അടിമ, ഇന്ന് നമ്മുടെ നാടുകളിലൊന്നും അങ്ങനെ അടിമ സമ്പ്രദായമില്ല. പഴയ കാലത്തൊക്കെ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. അവരെ കുറിച്ചാണ് പറഞ്ഞത്. യജമാനന്റെ സമ്മതം, യജമാനൻ ക്യാഷ് കൊടുത്തു വാങ്ങിയതാണ് ഈ അടിമയെ, അതുകൊണ്ട് യജമാനന്റെ സമ്മതമില്ലാതെ ഒരിക്കലും അടിമ ഓടിപ്പോകാൻ പാടില്ല. മുസ്ലിമായ അടിമയാണെങ്കിൽ യജമാനന്റെ സമ്മതമില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അവന്റെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുകയില്ല. ഇങ്ങനെ 10 വിഭാഗം ആളുകളുടെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുകയില്ലെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിസ്കാരം ഖബൂൽ ചെയ്യട്ടെ. നിസ്കരിക്കാത്തവർക്ക് നാളെ ഒരു രക്ഷയും ഉണ്ടാവുകയില്ല. പാരത്രിക ലോകത്ത് എന്നല്ല ദുനിയാവിലും വിജയിക്കാൻ കഴിയൂല. മാത്രമല്ല അവസാനം നമ്മളുടെ റൂഹിനെ പിടിക്കാൻ അസ്റായിൽ വരുന്ന സമയത്ത് ഭീകരമായ രൂപത്തിൽ വന്നുകൊണ്ട് അസ്റായിൽ അലൈഹിസ്സലാം നമ്മളുടെ റൂഹിനെ പിടിക്കുകയാണ്. നല്ല നിലക്ക് നമ്മൾക്ക് മരിക്കാൻ കഴിയൂല. അത്രയും മോശമാണ് നിസ്കരിക്കാത്തവരെന്ന് മഹാനായ റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ ആരാധനകൾ ഖബൂൽ ചെയ്യണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. തള്ളപ്പെടല്ല അല്ലാ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.